ഇന്ത്യയുമായി പൂർണ്ണമായും ലയിക്കാത്ത ഹൈദരാബാദിൽ നിന്ന് ഫുട്ബോൾ കളിച്ച് എങ്ങനെയും ഇംഗ്ലണ്ടിൽ എത്തണമെന്നാണ് മൈക്കിളിന്റെ ആഗ്രഹം. അവന്റെ കളി കണ്ട് മാഞ്ചസ്റ്റർ ഫുട്ബോൾ കോച്ചിന് അവനെ ഇഷ്ടപ്പെടുകയും അവനെ ഇംഗ്ലണ്ടിൽ കൊണ്ടുപോകാമെന്നും പറഞ്ഞു. പക്ഷേ മൈക്കിളിന്റെ അച്ഛൻ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്ത ഒരു പട്ടാളക്കാരനായതുകൊണ്ട് കോച്ചിന് അവനെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പിന്നീട് പറഞ്ഞു. 20-ാം തീയതിക്കുള്ളിൽ അവൻ എങ്ങനെയെങ്കിലും ഇംഗ്ലണ്ടിൽ എത്തിയാൽ അവനെ ടീമിൽ ചേർക്കുന്ന കാര്യം കോച്ച് ഏറ്റു. എന്നിട്ട് അവന് കോൾ ഓഫ് ലെറ്ററും കൊടുത്തു. തുടർന്ന് മൈക്കിൾ ഇംഗ്ലണ്ടിൽ നിന്ന് ഗൺസ് സപ്ലൈ ചെയ്യുന്ന ജെയിംസ് എന്ന ആളോട് സഹായം ചോദിക്കുകയും തന്റെ ഗൺസ് സപ്ലൈ ചെയ്യാൻ സഹായിച്ചാൽ 15-ാം തീയതി അവനെ കൊണ്ടുപോകാമെന്നും പറഞ്ഞു. അങ്ങനെ മൈക്കിളും സുഹൃത്തും ഗണ്ണും കൊണ്ട് ട്രക്കിൽ പോകുന്ന വഴിക്ക് ഒരു പോലീസുകാരനെ കാണുകയും അയാളുടെ മുഖത്ത് തീയിട്ട് അവർ രക്ഷപ്പെട്ടു. തുടർന്ന് അവർ വണ്ടി ഓടിച്ചെത്തിയത് ബൈഡൻപള്ളി എന്ന ഗ്രാമത്തിലാണ്. അവിടുത്തെ ആൾക്കാരോട് കള്ളം പറഞ്ഞ് അവിടെ 15 ദിവസം നിൽക്കാനായിരുന്നു മൈക്കിളിന്റെ പദ്ധതി. ഗ്രാമത്തിൽ വെച്ചാകട്ടെ അവൻ ചന്ദ്രകല എന്ന പെൺകുട്ടിയുമായി ഇഷ്ടത്തിലായി. പിന്നീട് ആ ഗ്രാമത്തിലെ ആൾക്കാരെ റസാഖ് എന്ന രാജാവിന്റെ പോലീസുകാർ ആക്രമിക്കുമ്പോൾ മൈക്കിൾ അവന്റെ കയ്യിലുള്ള തോക്കെടുത്ത് അവരെ കൊന്നു. അതോടെ മൈക്കിൾ ആരാണെന്ന കാര്യം ഗ്രാമവാസികൾക്ക് മനസ്സിലായി. അവരോട് കള്ളം പറഞ്ഞ് അവിടെ നിന്നെങ്കിലും പോലീസുകാരിൽ നിന്ന് അവരെ രക്ഷിച്ചുകൊണ്ട് ഗ്രാമവാസികൾ മൈക്കിളിനെ ഒന്നും ചെയ്തില്ല. അതിനുശേഷം മൈക്കിൾ ആ ഗ്രാമം വിട്ട് ഗണ്ണുമായി പോകുമ്പോഴാണ് പോലീസുകാർ വന്ന് മൈക്കിളിനെ കൊണ്ടുപോകുന്നത്. പിന്നീട് അവനെ ക്രൂരമായി തല്ലിച്ചതച്ചു. ആ പോലീസുകാരാകട്ടെ ഗ്രാമത്തിലെ നാട്ടുകാരെ ഓരോരുത്തരായി കൊന്നുകൊണ്ടിരിക്കുന്നു. തല്ല് കൊണ്ടുവീണ് മൈക്കിൾ ചെറുപ്പത്തിൽ അവന്റെ അച്ഛൻ അവനോട് പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ ഓർമ്മ വന്ന ശേഷം അവൻ ഗ്രാമവാസികളെ രക്ഷിക്കാൻ ചെന്നു. ഗ്രാമവാസികളാകട്ടെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പോലീസുകാരുമായി യുദ്ധം ചെയ്തു. അവർക്ക് ഇനി തിരിച്ചുവരവില്ല എന്ന സമയത്താണ് മൈക്കിൾ അവിടെ എത്തി അവന്റെ തോക്കുമായി പോലീസുകാരെ കൊന്നൊടുക്കി. അവന്റെ അവസാന ശ്വാസം വരെ അവൻ പോരാടി. തുടർന്ന് പോലീസുകാരെ മുഴുവൻ മൈക്കിൾ കൊന്നൊടുക്കിയെങ്കിലും മൈക്കിളിന്റെ പരിക്ക് കാരണം മൈക്കിൾ മരിച്ചു. ആ ഗ്രാമത്തിന്റെ പോരാട്ടം കാരണം നിസാം എന്ന രാജാവിന്റെ കീഴിൽ നിന്ന് ഹൈദരാബാദിന് സ്വാതന്ത്ര്യം കിട്ടി. തുടർന്ന് ഇന്ത്യയുമായി ലയിച്ചു.